അപ്പൊ ചേച്ചി ഇപ്പൊ ദൃശ്യം 2 കാര്യം പറഞ്ഞോണ്ട് ചോദിക്കാണ്. ദൃശ്യം 3 പണിപ്പുരയിലാണ്. ദൃശ്യം 3 വരാൻ പോകുന്നു, ഡിസംബറിൽ റിലീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ഇത് കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും അതാണ് ചേച്ചി റിവീൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലേ? പായസം എന്തും തോന്നുന്നു അതിൽ തന്നെ ഉണ്ടല്ലോ. പറ ചേച്ചി, അറിയില്ല, ഒന്നും പറയാൻ പാടില്ല. ഉണ്ടോ? ദൃശ്യം 3 വരുന്നുണ്ട്, ചേച്ചി ഉണ്ടോ? അതൊന്നും അറിയില്ല. ഉണ്ട് 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 പ്രേക്ഷകരെ ഉണ്ട്. അയ്യോ, ഞാനുണ്ടെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് അപ്പ കത്തിയില്ല. ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുമല്ലോ. കാരണം ഇപ്പൊ അൻസിബയുടെ ഇന്നാളത്തെ ഇന്റർവ്യൂല് പറഞ്ഞതുപോലെ ദൃശ്യം എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. അതെ അതെ. അപ്പൊ ദൃശ്യത്തിൽ വരാനായിട്ട് എല്ലാ ആർട്ടിസ്റ്റുകളും സത്യം പറഞ്ഞ സാറിനെ വിളിക്കുന്നുണ്ട്. എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട്. അതെ, സാർ ഒരു പാസിംഗ് ഷോട്ടെങ്കിലും തരണേന്ന് പറഞ്ഞ് വിളിക്കുന്ന ആർട്ടിസ്റ്റുകളെ എനിക്കറിയാം. പലരും എന്റെ അടുത്ത് തന്നെ വിളിച്ചു ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടോ, ദൈവമേ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആർട്ടിസ്റ്റുകള് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ തമ്മിൽ അങ്ങനെ ചോദിക്കുന്ന സാറിനെ അങ്ങോട്ട് ലിന്റെ ചേച്ചിയെ വിളിച്ച് ചോദിക്കുന്നവരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ എല്ലാവരുടെയും ആഗ്രഹമാണ് ദൃശ്യത്തിലൊരു ഭാഗമാവാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എനിക്കും ആഗ്രഹമുണ്ട്. ഒട്ടും ആഗ്രഹിക്കാതില്ലേ ദൃശ്യം 2 ജോസും മേരിയും. അപ്പം ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അതിൽ വന്നത്. ഇതിലുണ്ടാവണേ എന്നുണ്ട്, ഉണ്ടാവണേ എന്നുണ്ടെന്ന് അപ്പൊ അതാണ് ഇതായോ നോക്കട്ടെ. ഇതിലാണോ കുറവാണുള്ളത്? മുങ്ങി തപ്പണമല്ലോ. അതിനറിയാം, വേറെ പാല് ഒഴിച്ചിട്ടാ. ഇത് വെന്തോന്നറിയാൻ ഫുള്ള് എടുത്ത് കുടിച്ചു നോക്കണം. അടവെന്തോ കുടിച്ചു നോക്കണം. അതാ നോക്കുന്നത് അല്ലേ? വെന്തോന്നറിയാൻ ഫുള്ള് എടുത്ത് കുടിച്ചു നോക്കണം. എന്നിട്ടില്ല, കുറച്ചും കൂടെ. അപ്പൊ നമുക്ക് വീണ്ടും ദൃശ്യം 3 വരാം. ഞങ്ങൾ അന്ന് ജിത്തു സാറിന് ഇന്റർവ്യൂ എടുത്തപ്പോ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുവാണ്, എന്തായാലും ഡിസംബറിൽ റിലീസ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കണ്ടപ്പോ തൊട്ട് ഒരുപാട് പ്രേക്ഷകർ ഇങ്ങനെ ഞങ്ങളോട് ചോദിക്കണ്ടായിരുന്നു ദൃശ്യം 3 ഡിസംബറിൽ വരുവോ എന്നൊക്കെ. അതുകൊണ്ട് ചോദിച്ചത്. ഷൂട്ടൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പൊ ഷൂട്ട് തുടങ്ങിയിട്ടില്ല. ഇല്ല. എന്നാലും ഇപ്പൊ തന്നെ ഓഗസ്റ്റ് ആയില്ലേ, അപ്പൊ എങ്ങനെ ഡിസംബറിലേക്ക്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എന്നോട് അങ്ങനെയൊന്നും ചോദിക്കരുത്. എന്നാലും തുടങ്ങിയിട്ടില്ല. ഓക്കെ ഓക്കെ. ആ പിന്നെ ഒന്നും പറയുന്നതായിരിക്കില്ല. തിരിച്ചും മറിച്ചും കുത്തിയും കുത്തിയൊക്കെ ചോദിച്ചോ, ഞാൻ പറയത്തില്ല. ഗ്യാസ് കത്തണില്ലേ? ഗ്യാസ് ഓഫായോ? ഓക്കെ. എന്നാണ് ഇതുപോലെ ഞങ്ങൾക്ക് ഒരു പായസം തരാ? ഇന്ന് വരില്ലേ? അങ്ങനെയല്ല, ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചതാണ്. എന്താണ് ചേച്ചിയുടെ ഒരു കല്യാണത്തിന്റെ അങ്ങനെയൊന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെ വല്ല പായസം പായസം കുടിച്ചു കുടിച്ചോ. കല്യാണത്തിനുള്ള പൈസ, എന്റെ കല്യാണത്തിനുള്ള പൈസ കുടിക്കാൻ എന്നുള്ള കഞ്ഞി അങ്ങ് വാരി വെച്ചേരെ, വാങ്ങി വെച്ചേരെ. അല്ല, ഇപ്പം ചേച്ചിയുടെ കൂടെ ഉള്ളവരൊക്കെ കല്യാണം കഴിക്കുന്നു. അപ്പം ഒരു കല്യാണം കഴിക്കാൻ ഒരു ലൈക്ക് ആഗ്രഹമില്ലേ എന്നുള്ള ആഗ്രഹമില്ലേ? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ ആഗ്രഹമേ ഇല്ല. ഇല്ല. എന്നാലും എപ്പോഴെങ്കിലും തോന്നി കല്യാണ വിരോധിയാണെന്നൊക്കെ. ഇതുപോലത്തെ ഒരു അമ്മേനാണ് ഞാൻ സ്വപ്നം കണ്ടത്. എന്തിനാന്നേ പൊതുവെ ഒന്നാമത് ഇപ്പോഴത്തെ നമ്മൾ കാണുന്ന ഒരു ഇതെന്ന് വെച്ചാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതെ, ആരും ഹാപ്പി അല്ല സത്യം പറഞ്ഞ. അഡ്ജസ്റ്റ്മെന്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കളയേണ്ടതല്ലോ ഒരു ജീവിതം എന്നുള്ളത്. അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള ആള് അമ്മാതിരിയായിരിക്കും, പക്ഷെ അത് നമുക്ക് അറിയില്ല എങ്ങനെയൊക്കെയാവും. അല്ല, റൈറ്റ് പേഴ്സൺ റൈറ്റ് ടൈം. അതെ. പിന്നെ പലരുടെയും ഞാൻ കണ്ടിട്ടുള്ളത് കല്യാണം കഴിച്ചിട്ട് അവരൊരു അങ്ങനെ ഹാപ്പി അല്ലാതെ പിന്നെ ഓരോ മനുഷ്യനെ കാണിക്കാനുള്ള പലരും ഒരു പുറത്തേക്കുള്ള ഒരു ഷോ ആണ് ശരിക്കും. പിന്നെ ഭയങ്കര അഭിനയം. നമ്മൾ സിനിമയിൽ കാണുന്നേക്കാളും അടിപൊളി ആക്ടേഴ്സ് കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ അങ്ങനെ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണ്. അപ്പൊ ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഗസ്റ്റിനെ തന്നെ പായസം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കാം. ഓക്കെ, അപ്പൊ ഉണ്ണിച്ചേട്ടാ, ഹലോ, ഹായ്, വരൂ. ഇവിടെ അമ്മയും മോളും ഇവിടെ ഭയങ്കര കത്തിവെക്കലാണ്. ശരിക്കും ഇവര് വീട്ടിലും ഇങ്ങനെ തന്നെയാണോ? ചേട്ടനാണോന്നുണ്ടല്ലോ സൈലന്റ്. ഞങ്ങൾ ആക്ച്വലി എല്ലാവരോടും പ്രേക്ഷകരോടായിട്ട് പറയാം, എനിക്ക് ആകെ ഒരു ബ്രദറേ ഉള്ളൂ എന്ന്. മതിയല്ലോ, അതിതാണ് ഉണ്ണികൃഷ്ണൻ. ഞങ്ങൾ 3 പേര്, അതായത് ഞങ്ങൾ ഈ 3 പേര്. പിന്നെ എല്ലാവരും പറയും വീട്ടില് ഉണ്ണിച്ചേട്ടൻ ഭയങ്കര സൈലന്റ് ആണ്. അപ്പൊ എല്ലാവരും പറയും അമ്മയും മോളൊന്നും നിർത്തിയിട്ട് വേണ്ട ചേട്ടന് ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല, അതുകൊണ്ടാ സൈലന്റ് ആയി പോയത്.
അതല്ല സ്വതവേ അവൻ കാര്യം മാത്രമേ പറയുള്ളൂ. പക്ഷെ ഇടയ്ക്ക് നല്ല കൗണ്ടർ കടിക്കും, ഇടയ്ക്ക് നല്ല കൗണ്ടർ കടിക്കും. എന്നിപ്പോ ചെറിയൊരു പനി ഉണ്ടായിട്ട് ഞാൻ വിളിച്ചു പനിയുള്ളതുകൊണ്ട് പായസം ടേസ്റ്റ് ചെയ്യുന്നു. ചേട്ടൻ ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരിയിൽ എന്ത് ചെത്തിപ്പുഴ എന്നൊക്കെ പറയും. ചെത്തിപ്പുഴ കാനറ പേപ്പർ മിൽസിൽ വർക്ക് വർക്കാണ്. അപ്പൊ അതൊക്കെയാണ് വിശേഷം. ഞാൻ ചേട്ടന് കല്യാണം കഴിച്ചില്ല. എന്നോട് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തമ ഉദാഹരണം. ചേട്ടന് കല്യാണം കഴിച്ചില്ല, ഞാനും കല്യാണം കഴിച്ചിട്ടില്ല. ഇനി ഇത് കൂടുതൽ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ. സന്തുഷ്ട കുടുംബം, അമ്മയും 2 മക്കളും, സമാധാനം, സ്വസ്ഥം ജീവിതം. ആഹാ, എന്തൊരു സുഖം. അമ്മ ഇവര് ഇപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ടോ? വഴക്ക് പണ്ടും ഉണ്ടാക്കാറില്ല. എത്ര വ്യത്യാസമുണ്ട്? വയസ്സ് വ്യത്യാസമുണ്ടോ? നിങ്ങൾ 10 വയസ്സുണ്ടോ? 10 വയസ്സിന് വ്യത്യാസമുണ്ടോ? അതായത് 9ഉം പിന്നെ കുറച്ച് മാസങ്ങളും വ്യത്യാസം. കുഞ്ഞിലെ എടുത്തോണ്ട് നടക്കും, എടുത്തോണ്ട് നടക്കും. അങ്ങനെ വീട്ടില് എന്താണെന്നറിയോ, ചെറിയ പിള്ളേർക്ക് വീട്ടിൽ ഭയങ്കര ഒരു ഇതല്ലേ, ഒരു കൺട്രോൾ കൂടുതൽ. അങ്ങനെ ഞാൻ കൺട്രോൾ ചെയ്ത് ആള് സൈലന്റ് ആയി പോയി. ചെറുതിലെ പോലെ എപ്പോഴും എടുത്തു നല്ലതായി. അപ്പൊ ഇനി നമുക്ക് ഇത് ഇലക്ക് ഇങ്ങനെ എടുത്തേ, ഇത് പൊടിച്ചിട്ടിടായിരുന്നു അല്ലേ? ക്രിസ്മസും കശുവണ്ടിപ്പരിപ്പും ഇതായിട്ട് ഇങ്ങോട്ട് വെച്ചോ. ചൂടില്ല. ഈ ഗീ ഇട്ടാണ് നെയ്യ്. നെയ്യിട്ടു. അല്ല, കഴിക്കാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ എല്ലാം ഇട്ടല്ലോ അല്ലേ? ചേട്ടൻ കുക്ക് ചെയ്യോ? ഞാൻ ചെറുതായിട്ട് കുക്ക് ചെയ്യും. ഇത് ചായ ഉണ്ടാക്കും, ഓംലെറ്റ് ഉണ്ടാക്കും. ചേട്ടന് പിന്നെ പോലെ ലേസ് തന്നെയാണോ വയ്ക്കുന്നത്? ചോറിന്റെ ആക്ച്വലി ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ വരുമ്പോഴാണ് പിന്നെ പുള്ളി പട്ടണി, അല്ലെങ്കിൽ മര്യാദക്ക് ഫുഡും കഴിച്ച് കിടന്ന ആളാണ്. ഇത് ശരിക്കും നമുക്ക് ഈ തൊണ്ട എടുത്തിട്ട് ഉള്ളിലുള്ളതെല്ലാം ഉള്ളിലേക്ക് ഞാൻ തൊണ്ടൊക്കെ അതാണ് കുറച്ചുകൂടെ നല്ലത്. നമ്മൾക്ക് പാചകത്തിന്റെ ഇടയിൽ ശരിക്കും ഏലക്കയുടെ തൊണ്ട് മാറ്റേണ്ടതായില്ല. ആരും പറഞ്ഞില്ല. ചേച്ചി, അപ്പൊ നമുക്കാണെങ്കിൽ ഈ ഓണം നമുക്കൊരു പാട്ടൊക്കെ പാടി നമുക്കൊന്ന് പാല്, പാല് വറ്റി മുറുകി. അതെ, 1.5 ലിറ്റർ പാല്. അതെ, നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞിരുന്നത് ഇൻസ്റ്റന്റ് പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇത് ഓൾറെഡി പഞ്ചസാര ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് നമ്മൾ വേറെ പഞ്ചസാര ഇടാത്തത്. അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ വിചാരിക്കും ഇവരെന്താ പായസം പഞ്ചസാര ഇടാത്തത് എന്ന് വിചാരിക്കും. ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പൊതുവെ ഷുഗർ അങ്ങനെ ഭയങ്കര മധുരം വലിയ കാര്യമായിട്ട് കഴിക്കാത്ത ഞങ്ങൾ 3 പേരും അതെ വലിയ കാര്യമായിട്ട് അങ്ങനെ കഴിക്കത്തില്ല. എന്നാ ഫ്രൈ ഒക്കെ കഴിക്കും. പക്ഷെ മധുരം ഇടാത്ത പായസം ഉണ്ടാക്കാൻ അപ്പൊ പിന്നെ ഇപ്രാവശ്യത്തെ ഓണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കവർ സോങ് ഇറക്കിയിട്ടുണ്ട്. കല്യാണി കളവാണി. ഇപ്പൊ അത്യാവശ്യം നല്ല റിച്ചക്കായി വരുന്നു. 2 ലൈൻ പാടിയുടെ പറഞ്ഞു. 2 വരി ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രേക്ഷകർക്കും വേണ്ടി 2 വരി. പഴയ പാട്ട് ഞങ്ങളുടെ മ്യൂസിക് ബാൻഡിന് വേണ്ടിയിട്ട് അത് റീക്രിയേറ്റ് ചെയ്ത് നമ്മൾ ചെയ്തതാണ്. KSRTC ആലുവ റീജിയണൽ വർക്ക്ഷോപ്പിലാണ് നമ്മൾ ഷൂട്ട് ചെയ്ത്. കണ്ടവരെല്ലാവർക്കും അറിയാൻ പറ്റും, ഒന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. കല്യാണി കളവാണി ചൊല്ലം മിണി ചൊല്ല്, വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ, ആൺപൂവാണേലമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനു പൂജയ്ക്ക്, പെൺപൂവാണേലാഹാ മറ്റൊരു കാർവർണ്ണനുമാലയ്ക്ക്. കല്യാണി കളവാണി ചൊല്ലം മിണി ചൊല്ല്, വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ, കല്യാണി കളവാണി. പായസം ഉണ്ടാക്കിയതിന്റെ ഇടയിലാണ് ഉണ്ണിക്കണ്ണൻ ചോറൂണെന്നൊക്കെ. അപ്പൊ എല്ലാവരും അത് കാണുക, പിന്നെ സപ്പോർട്ട് ചെയ്യാം. അതാണ് ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത്. വിശേഷം.